ഹലോ, വെൽക്കം ബാക്ക്. വയനാടൻ മല്ലു സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്, പക്ഷെ നടന്നിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നല്ല വൈബാണ്. അതായത് ഇതിപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ആയി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അല്ല, ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ നേരം വെളുത്ത് വരുന്ന, സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ പുഴേൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ പുഴ എന്ന് പറയുന്നത് കൽപ്പാത്തിപ്പുഴയും മലമ്പുഴയും കൂടി ചേർന്നിട്ട് നമ്മളെ ഭാരതപ്പുഴയായിട്ട് തുടങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. രാവിലെ ഇങ്ങനെ നടക്കുന്നത്, ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാൻ വരുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള വൈബാണ് കേട്ടോ. അടിപൊളി ഫീലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് നടക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓർഡറിനൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് നടന്നു വന്നു, പിന്നെ ഞാൻ ഓടിയിട്ടൊന്നുമില്ല. പിന്നെ സ്പീഡിലൊക്കെ നടന്നു വന്നിട്ട് ഇങ്ങനെ കരയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ എരുക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരു ഔഷധ ഗുണമൊക്കെ ഉള്ള സംഭവമാണ്. ഈ പാലക്കാട് ഈ ഒരുപാട് കാണുന്ന സാധനമാണ് ഈ എരുക്ക് എന്ന് പറയുന്ന ആ ഒരു ചെടി. പിന്നെ ഇത് മഞ്ഞ്, പുഴേൻ്റെ മേലക്കൂടെ ഇങ്ങനെ മഞ്ഞ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മളിങ്ങനെ വരുമ്പോഴേ ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രാവിലെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ഈ പാലം എന്ന് പറയുന്നത് എന്താ അറിയോ, അത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളൊരു പാലാണ് കേട്ടോ, പാലക്കാട് പറളി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ പോയി. പിന്നെ എന്താ പറയുക, ഇത് പുളിമരമാണ്. ഒരുപാട് ഇതിൽ നിറയെ പുളിയുണ്ട്. പിന്നെ മാവിൽ നിറയെ മാങ്ങയുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ വഴിയിലൊക്കെ കുറേ ആര്യവേപ്പൊക്കെ കാണാം. നമ്മൾ ഈ നാട്ടുകാരല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരുപാട് മാങ്ങ, പുളി, ആര്യവേപ്പ്, മുരിങ്ങ ഇതൊക്കെ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പിന്നെ ഈ പുഴയിൽ നീർക്കാക്ക മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു നിന്ന് കാണാനായിട്ട്. അപ്പോൾ ഒരു നീർക്കാക്കേനെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോയിലാണ് തൊട്ടടുത്ത് തന്നെ ഈ നീർക്കാക്കയ്ക്ക് വേറൊരാളും കൂടി സഹായത്തിനായിട്ടുണ്ട് എന്നുള്ള നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഈ പാലത്തുനിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു മീനിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മീനാണ്, ഞാനത് സൂം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് തീർന്ന് ക്ഷീണിച്ച് അങ്ങനെ പോവാണ്. പോയിട്ട് വേണം ഒരു ചായ കുടിക്കാൻ. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്